എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം ആക്സിലറേറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഭരണഘടന പറയുന്ന പ്രധാനപ്പെട്ട ഫ്രീഡം നമുക്കുണ്ടെങ്കിലും റിയൽ ഫ്രീഡം വരണമെങ്കിൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വരണം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാണ് നമുക്ക് ത്വരിതപ്പെടുത്താനായിട്ട്, അപ്പം നമ്മളിനി കേരളീയർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ലീവിങ് ടു ലോങ്. ദാറ്റ് മീൻസ് നേരത്തേക്ക് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ പത്രത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ 88 വയസ്സ് 92 വയസ്സിലൊക്കെ മരിച്ചു എന്നിങ്ങനെ ചരമകോളങ്ങളിൽ കാണാം. നമ്മൾ മനോരമയോ മാതൃഭൂമിയോ കൗമുദിയോ പത്രത്തിൽ ഇങ്ങനെ ചരമകോളങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നിരത്തി പിടിച്ചിങ്ങനെ അടുത്തടുത്ത കോളങ്ങളിൽ വന്നിരിക്കുന്ന ഇതായിരിക്കും. അപ്പോൾ അത് കാണിക്കുന്നത് ഇപ്പോൾ ഈ നേരത്തെ മരിക്കാനുള്ളവരാണെങ്കിൽ 30കളിലും 40കളിലും ഒക്കെ മരിച്ചു, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഡയബറ്റീസ് ഉണ്ടെങ്കിലോ BP ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മരുന്നിൻ്റെ പുറത്ത് വീണ്ടും ഒരു 10-30 വർഷങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്നത് ഈ 56, 58, 60 റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 30 വർഷം ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സ്ഥിരമായി ജോലിയുള്ളവരുടെ എണ്ണം കുറവല്ലേ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര കാലമാണ് ജീവിച്ചിരിക്കാനായിട്ട്. ഇപ്പോൾ ഞാനീ പറയുന്ന സമയത്ത് എൻ്റെ മദർ 100 വയസ്സും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-8 മാസത്തോളമായി ജീവിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട് ഈ പ്രൊഡക്റ്റീവ് ലൈഫ് അല്ല. അപ്പോൾ നമുക്ക് അവിടെ സാമ്പത്തിക സഹായം വേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ പ്രകൃതിയിലിട്ട് നോക്കുകയാണെങ്കിൽ മത്സ്യങ്ങളെയോ ജീവജാലങ്ങളെയോ മൃഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഈ കുഞ്ഞിതായിരിക്കുമ്പോൾ പിതാക്കളുടെ സഹായം കിട്ടാറുണ്ട്. പക്ഷേ പ്രായമായതിന് ഒരു ജീവജാലങ്ങളും സഹായം കൊടുക്കാറില്ല. സിംഹമൊക്കെ വളരെ കഷ്ടതയിൽ കിടന്നാണ്, ഇര പിടിക്കാനായിട്ട് പറ്റാതെ കഷ്ടതയിലാണ് കിടന്ന് മരിക്കുന്നത്. അപ്പം ലോകത്ത് നമ്മൾ കാണുന്ന ഈ അതിന് സമാനമായിട്ടാണ് നമുക്കിപ്പോൾ കാരണം കാർഷിക വ്യവസ്ഥയിലുണ്ടായിരുന്നപ്പോൾ പിള്ളേരുടെ സപ്പോർട്ടും കൂട്ടുകുടുംബത്തിൽ ജീവിക്കാനെല്ലാം പറ്റുമായിരുന്നു. ഈ നമ്മൾ കാർഷിക അവസ്ഥയിൽ നിന്നും മാറി വരുന്ന, പ്രത്യേകിച്ച് നമ്മൾ കാർഷിക അവസ്ഥയിൽ ഉള്ളവരാണെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാർഷികാവസ്ഥയിലല്ല. കാരണം ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് പേര് പുറത്തേക്കൊക്കെ പോകുന്ന ഈ കാലഘട്ടത്തിൽ കാർഷികാവസ്ഥയ്ക്ക് പുറത്തുള്ള ആ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, ഓർ വെദർ ദേ ക്യാൻ അഫോർഡ് ടു ഹെൽപ്പ് അസ്, നമ്മൾ വർദ്ധിച്ചു വരുന്ന ചികിത്സ. അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ടിരിക്കുന്നു. നമുക്ക് വളരെ നേരത്തെ തന്നെ ശക്തമായൊരു മെഡിക്കൽ ഇൻഷുറൻസ്, കാരണം നേരത്തെ തുടങ്ങിയാൽ അത് പിന്നെ എല്ലാം വർഷങ്ങൾ കഴിയുന്നതോറും എല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് വേറെ എങ്ങൊന്നും കാശ് വരുന്നില്ല. രോഗം വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ഷെയറിങ് പോലെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് വേണം. പിന്നെ നമുക്ക് എന്തെല്ലാം ചിലവുകളാണ് ഇന്ന് വരുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീണുപോയി കട്ടിൽ തന്നെ കിടക്കുകയാണ്, 10-20 വർഷം അങ്ങനെ ജീവിക്കേണ്ടതായിട്ട് വരുവാണെങ്കിൽ ഇന്ന് നമ്മളൊരു 20,000 രൂപ ശമ്പളം കൊടുത്താൽ നമ്മളങ്ങനെ വന്ന് നോക്കാൻ ആൾക്കാരില്ല. ഒരു 50,000 രൂപയൊക്കെ കൊടുത്താൽ മാത്രമേ നമ്മളെ നോക്കാനായിട്ടുള്ള. അപ്പം പിന്നെ മറ്റ് രാജ്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ ബിൽ ഗേറ്റിനോ ഇല്ലെങ്കിൽ ഇലോൺ മസ്കിനോ അതുപോലുള്ള ലോകത്തിലെ ഏത് കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ കാലം കഴിയുമ്പോൾ അവരെല്ലാം പ്രായമായവർ താമസിക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സംരക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പൈസ വേണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്ത ഒരു 10-20 വർഷം കൊണ്ടൊരു ബൂമിങ് ബിസിനസ് എന്ന് പറയുന്ന സീനിയർ ലീവിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തിനെയാണ് ആശ്രയിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നത്, അടിസ്ഥാന വരുമാനത്തിന് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏൺ സേവ് സ്ട്രഗിള്, അപ്പോൾ അതിൽ നമ്മൾ പോകുന്നതിന് പകരം ബിൽഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫ്രീഡം എന്ന പുതിയ ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് റെൻ്റൽ ഇൻകം ഉണ്ടോ, അതല്ലാതെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ നിന്ന് ഇൻകം ഉണ്ടോ, നമ്മൾ ഇടപെടാതെ വന്നുകൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ കാലത്ത് ആക്ടിവിറ്റി നിർത്തിക്കഴിഞ്ഞാലും നമ്മൾ 98 വയസ്സ് വരെ ജീവിച്ച ആ ദിവസം വരെ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ആശ്രയിക്കാൻ പറ്റും. തന്നെയല്ല, ലോകത്ത് ഫ്രാൻസ് മുതലായുള്ള പല രാജ്യങ്ങളിലും ഈ ഗവൺമെൻറ് പെൻഷൻ എന്ന് പറയുന്നത് അത് ബബിൾ പോലെ പൊട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വരുമാന രീതിയിലേക്ക് ഞാൻ അല്പം
മുൻകൂടിയാണ് പറയുന്നത്. ഒരു 5 വർഷം 10 വർഷത്തിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന വിഷയം ഇതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പല വഴികളുണ്ട്. അപ്പോൾ അത് നിർമ്മിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പല ഗൈഡൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ പാസീവ് ഇൻകം ഫോർമുല നമ്മൾ ആശയങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത പരിശ്രമം കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ വരുമാനം 100 വയസ്സ് വരെ ജീവിക്കാനായിട്ട്. അപ്പോൾ ഇപ്പം തന്നെ അത് പ്ലാൻ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ തുടങ്ങിയാൽ പോലും, വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ പോലും ദീർഘകാലത്തേക്ക് അത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അതങ്ങനെ വളർന്ന് ഞാൻ അതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. എൻ്റെ ലൈഫിന് വേണ്ടി ഞാൻ നേരത്തെ കരുതിയ ആളാണ്. അപ്പോൾ ഇപ്പം നമുക്ക് മിനിമം നമ്മൾ കണക്ക് കൂട്ടേണ്ടത് 75 വയസ്സായിട്ടാണ്. ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ വയസ്സ് വീണ്ടും കൂടുതലാണ്. സ്ത്രീകളുടെ വയസ്സ് വീണ്ടും 7-8 വയസ്സും കൂടെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ നേരിടുന്ന അവസ്ഥ എന്താണ്? അപ്പോൾ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ പ്രായമായവരുടെ ജനസംഖ്യ കേരളത്തിൽ 25% മുകളിൽ പോകുമെന്നാണ് കൃത്യമായ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ദീർഘായുസിൻ്റെ കൂടെ നമുക്ക് ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കതിന് ജീവിതത്തിൽ ഏകദേശം നമ്മളിനിയും വരുമാനമില്ലാതെ 1/3 സമയം ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ടതായിട്ട് വരാം. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയരോഗം പോലായ ദീർഘകാലം വർദ്ധിച്ചു വരുന്ന, അപ്പോൾ മെഡിക്കൽ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതൽ, 60 വയസ്സിന് ശേഷമുള്ള ചികിത്സാ ചെലവുകൾ കൂടുതൽ വരുന്നത്, ആരോഗ്യ ചെലവ്, ജീവിത ചെലവ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ കാനഡ, ഓസ്ട്രേലിയ, UK, US പോലുള്ള കൺട്രികളിൽ കുഴപ്പമില്ല. നമ്മുടെ GCCയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എന്നായാലും തിരിച്ചു വന്നേ പറ്റുള്ളൂ. എന്നായാലും നമ്മളൊരു പരിധി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്നേ, പറന്നു പൊങ്ങിയ വിമാനം താഴെ വന്നേ പറ്റുള്ളൂ എന്നതുപോലെ. അപ്പോൾ നമ്മുടെ ഈ ജീവിത ചെലവ്, കുട്ടികളുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ജീവിത ചെലവ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണോ? വിലക്കയറ്റം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പോൾ അതനുസരിച്ച് വിലക്കയറ്റം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് മുതലാകുമോ? ഇല്ല സർക്കാർ പെൻഷനിൽ നമ്മൾ അതിൽ കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞ് എത്രമാത്രം സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും? എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും? 60 വയസ്സിൽ വിരമിച്ച് നമ്മൾ 85 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന, 95 വയസ്സ് വരെ ജീവിച്ചുണ്ടാകുന്ന 2 സാമ്പത്തിക ഘട്ടങ്ങൾ നമ്മൾ കണക്കൂട്ടണം. അപ്പോൾ സാമ്പത്തിക പദ്ധതികളും പ്ലാനിങ്ങും ഇല്ലാതെ, സ്ട്രാറ്റജീസും ഇല്ലാതെ നമ്മൾ ഈ അവസ്ഥ നമുക്ക് നേരിടാനായിട്ട് പറ്റുമോ? നമ്മളിത് പ്ലാൻ ചെയ്താൽ നമ്മളുടെ കുട്ടികളും ഇത് പതിയെ പ്ലാൻ ചെയ്ത് തുടങ്ങും. ദീർഘായുസ് എന്ന് പറഞ്ഞതാണ്ട് ഉറപ്പാണ്. അതിനകത്ത് വലിയ മാറ്റങ്ങളില്ല. പെട്ടെന്ന് നമ്മൾ പോകുമെന്നുള്ള ചിന്താഗതിയും വേണ്ട. അപ്പോൾ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരൊറ്റ വരുമാന മാർഗത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ മതിയോ? അതോ പലവക വരുമാനം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് പോകണോ? അപ്പോൾ ഇപ്പം നമുക്ക് വരുമാനം കൂടുതലും ഫ്യൂച്ചറിലേക്ക് ഭയങ്കരമായ വരുമാനം കിട്ടാവുന്നതൊക്കെയായിട്ടുള്ള ഇതുണ്ട്. ഞാനിപ്പോൾ ഇതിന് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവരോ ഞാനുമായിട്ടൊരു ഓഫ്ലൈനിൽ വന്നിരിക്കാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞ് 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം തന്നെ ഞാൻ ലേണിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ദീർഘകാലത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നൊരു ഇതാണ്. അത് ചെയ്തത് ഒരു വലിയ പുണ്യമായിട്ടാണ്. ഞാൻ അത്രയും പഠനം നടത്തി ഒരു PhD തീസിസിൻ്റെ മുഴുവൻ ശ്രദ്ധയോടും കൂടിയാണ് ഞാൻ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു ലേണിംഗ് പ്രോഗ്രാം ഞാൻ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പം നമ്മളുടെ ഒരു വെൽത്ത് തന്നെ ഒത്തിരി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെലവിൻ്റെ മനോഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ നിർമ്മാണ ചെലവിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പല സിദ്ധാന്തത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കാൻ കഴിയുന്ന പല രീതികൾ പഠിക്കാൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഡിജിറ്റൽ അടിസ്ഥാനത്തിലുള്ള സ്കെയിലബിൾ ഇൻകം ഏതൊക്കെ നമുക്ക് മോഡലുകളുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ നടത്താവുന്ന സിസ്റ്റംസ് എന്തൊക്കെ നമുക്കിപ്പം ഉപയോഗിക്കാനുണ്ട്, അപ്പോൾ പ്രധാന പാസീവ് ഇൻകത്തിൻ്റെ മാർഗ്ഗങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു ക്ലാസ് നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി നിങ്ങൾക്ക് അതിൽ വന്ന് പങ്കെടുക്കാം. അപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനായിട്ടല്ല, ജസ്റ്റ് നോളജ് പ്രൊവൈഡർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. അതിനകത്ത് വന്നിരിക്കുന്ന ചേർന്ന് വരുന്ന ആൾക്കാർ തമ്മിൽ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോഴത്തേക്കുള്ള കാര്യം മാത്രമല്ല, അപ്പോൾ ഫിക്സഡ് ഇൻകത്തിനുള്ള മാർഗം മാത്രമല്ല, നമുക്കൊരു പാസീവ് ഇൻകം കിട്ടണം. അപ്പോൾ ഡിവിഡൻഡ് ഇൻകം, ഓഹരിയിൽ നിന്നുള്ള, നമുക്കത് നല്ലൊരു ആശയമാണ്. കാരണം നമ്മൾ 500 രൂപയുടെ ഷെയർ ഈ മാസം വാങ്ങിച്ചാൽ പോലും അത് ഏതൊക്കെ എടുക്കണം, എവിടെയൊക്കെ ഇടണം, എത്ര കാലം ഇടണം, അത് എപ്പോഴും വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ഷെയർ മാർക്കറ്റ് വഴി, അപ്പം കാനഡയിലൊക്കെ എനിക്ക് തോന്നുന്ന 3/2 പോപ്പുലേഷനും US ആണെങ്കിലും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഷെയർ മാർക്കറ്റാണ്. ഇന്ത്യയിലെ
ഷെയർ മാർക്കറ്റ് വളരെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് എടുക്കാവുന്ന എങ്ങനെയാണ് നമുക്കത് വിശ്വസിച്ച് അതിലേക്ക്, പ്രത്യേകിച്ച് പെൻഷൻ പോലുള്ള കാര്യത്തിലേക്ക്. പിന്നെ മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ്, സിൽവർ, ബോണ്ടുകൾ, ഇതിൻ്റെ സ്ഥിരതയും വളർച്ചയും ദീർഘകാലത്തേക്ക് എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് കൈവിട്ട് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോൾ? കാരണം 1% മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 220 ട്രില്യൺ പണമാണ് നമുക്ക് സ്റ്റോക്ക് ആൻഡ് ഷെയർസിലൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് എത്രമാത്രം 1% മാത്രം, അതിനകത്ത് മാത്രമേ നമുക്ക് ഈ ക്രിപ്റ്റോയിൽ പോകുകയുള്ളൂ. നമ്മൾ അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണോ, പാടുണ്ടോ എന്നുള്ളത്, അതിന് വരാവുന്ന റിസ്കുകൾ. പിന്നെ ഈ റെൻ്റലായിട്ടുള്ള ലീസ് ഇൻകം പോലുള്ള നമുക്ക് വരുമാനം, സ്ഥിരമായ വരുമാനം, അതിനകത്ത് കേരളത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ സാധ്യതകൾ 2-3 ബിസിനസ്സുകളിൽ ഒന്ന് ടൂറിസമാണ്. ടൂറിസത്തിൻ്റെ ഒരു 5% പോലും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിനകത്ത് വലിയ സാധ്യതകളുണ്ട്. അതിൽ നമ്മൾ എവിടെയായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഗൈഡൻസ് കിട്ടേണ്ടത്? ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ, ചികിത്സാ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലകൾ, ഫോറിൻ എഡ്യൂക്കേഷന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ മേഖലയിൽ, പിന്നെ ഫോറിനേഴ്സ് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് സീനിയർ ലിവിങ് സാധ്യതകൾ ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സിസ്റ്റം അതിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള വഴി. അപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻകം, റിസോർട്ട് പോലുള്ളത്, അത് നമുക്ക് ഒരിക്കലും അഴിവില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡിജിറ്റൽ പ്രോഡക്റ്റുകളിൽ എങ്ങനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് വലിയ സാധ്യതകൾ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഇൻഫോസിസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള ഫോർച്യൂൺസ്, ടാറ്റയിൽ. അതുപോലെ റോയലിറ്റീസ് വഴി നമുക്ക് വരാവുന്ന ലൈസൻസിങ് വഴി, അത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ട് ചെയ്തു വെക്കാവുന്നത്. മാർക്കറ്റ് ലിങ്ക്ഡ് ഗ്രോത്ത്, നമുക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നത്. അപ്പോൾ ഒരൊറ്റ വരുമാനത്തിൽ മാത്രം ആശ്രയിക്കാതെ യുദ്ധം വരികയോ ഇക്കോണമി തകർന്നു പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് വരുത്താവുന്ന മറ്റ് ശമ്പളത്തിനൊക്കെ അധികമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോഗ്രാംസാണ്. ബിസിനസ് ഉടമകൾക്ക് വൈവിധ്യമാർന്ന ഇതിലേക്ക് എന്തൊക്കെ പോകാം. അപ്പോൾ ഫ്രീലാൻസിങ് മാർക്കറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഞാൻ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കേസ് സ്റ്റഡീസും ലോകത്തൊരു 30 വർഷത്തിനൊക്കെ ശേഷം വരാൻ പോകുന്ന എന്തായിരിക്കും കുതിച്ചുചാട്ടം എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപരേഖ. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് ഇന്ത്യക്കകത്ത് കിട്ടുന്ന കഴിഞ്ഞും കൂടുതൽ ഓപ്ഷൻസ് ഇന്ത്യക്ക് പുറത്തുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുടുംബാംഗങ്ങൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഇവർക്കൊക്കെ നമുക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട്, NRIsന് സ്ഥിരമായ മാസ വരുമാനം ഉയർത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഏബിൾ അല്ല, അപ്പോൾ ഒരു 75 വയസ്സ് മുതൽ നമ്മൾ ഏബിൾ അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടേണ്ട, അപ്പോൾ വൈകി ആരംഭിക്കുന്ന സംരംഭങ്ങൾ നമുക്കത് ഓടിച്ചുകൊണ്ട് പോകാൻ ശക്തിയുണ്ടോ, മറ്റുള്ളവരുമായിട്ട് സിനർജി എങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ അതിന് ഈ ഒരു മേഖലയിൽ വിജയിക്കാനുള്ള പരിശീലനങ്ങളും കോച്ചിങ്ങുകളും നടത്താനായിട്ട്, ഇല്ല ഇത് തന്നെ ഒരു ബിസിനസ് പ്രോഗ്രാമായിട്ട് വളരെ സത്യസന്ധമായിട്ട് നിന്നുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ നമുക്കതിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന. പിന്നെ ഈ വ്യക്തിഗത സമ്പത്ത്, ഇപ്പോൾ പത്രങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ഷോർട്ട് ടൈം ശ്രദ്ധ മാത്രമാണ്. ഇപ്പോൾ മനോരമ, മാതൃഭൂമി, ഇല്ല ചില ചാനലുകളൊക്കെ ചെയ്യുന്ന അവർക്ക് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇതാണ്. അതല്ല, നമുക്ക് വളരെ ദീർഘകാലത്തേക്കുള്ള, നമുക്ക് നിങ്ങൾക്ക് 100 വയസ്സ് വരെ കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് അനുയോജ്യമായ പല വരുമാന ആശയങ്ങളും, അത് പ്രൂവൺ ആയിട്ടുള്ളത്, അതിൻ്റെ ഓപ്ഷൻസ് പലതും നമ്മുടെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ സേവിങ്സ് ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ്, വ്യക്തമായ ആക്ഷൻ പ്ലാൻ, അതിനൊരു ക്ലാരിറ്റി, എക്സിക്യൂഷൻ, ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫൈനാൻഷ്യൽ ക്ലാരിറ്റി അപ്പോൾ അതെങ്ങനെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഇൻകം ഡിസൈൻ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോമ്പൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫോർമുല നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പാസീവ് സ്ട്രീം എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ. അതുപോലെ തന്നെ ഫ്യൂച്ചർ ബിസിനസ് മോഡൽസ് നമ്മൾ ഏതൊക്കെ അതുമായിട്ട് നമുക്ക് സഹകരിക്കാം. ഒന്നിൽ മാത്രമല്ല, പലതിൽ ഉദ്ദേശിക്കുക. ലോഞ്ചിവിറ്റി പ്ലാനിങ്, 100 വയസ്സുള്ള സാമ്പത്തിക സുരക്ഷാ മാർഗങ്ങൾ. അപ്പോൾ നിങ്ങളിതിനും നിങ്ങൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി നിർത്തിയാലും, ഇല്ല നിങ്ങൾ ബിസിനസ് നിർത്തിയാലും 100 വരെ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൻ്റെ അന്തിമ ലക്ഷ്യങ്ങൾ എന്താണ്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട്, അപ്പോൾ ഇതിനൊരു രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്പോഷർ. ഓക്കെ, അപ്പോൾ ഇത് നേരിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൾറെഡി തന്നെ ഞാൻ ലേണിങ്ങിൽ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ് തന്നെ, പാസീവ് ഇൻകം എന്ന് പറഞ്ഞ് തന്നെ ഒരു പ്രോഗ്രാം, 14 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വിശദാംശങ്ങൾ, ചോദ്യോത്തരങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൺലൈൻ സെഷൻ വരും. അതിനകത്ത് കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അയച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിവരം
അവിടെ കിട്ടുന്നതോടുകൂടി നമ്മൾ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം ഏതാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം മാത്രമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരെയും വേണ്ടപ്പെട്ടവരുള്ളവരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം, ഇത് പക്ഷേ വളരെ അഫോർഡബിൾ സ്റ്റേജിലായിരുന്നു നടത്തുന്നത്. അപ്പോൾ കാരണം അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പ്രയോജനം, അപ്പോൾ ഞാൻ 32 വർഷമൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയതാണല്ലോ. പിന്നെ AI സിസ്റ്റത്തിലത്തൊക്കെ എപ്പോഴും എൻ്റെ വിരൽത്തുമ്പിൽ നിൽക്കുന്നതായതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്ന എന്തിനും സെക്കൻഡ്സിനകത്ത് എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ. അപ്പോൾ എൻ്റെ അറിവ് പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഇതിലേക്ക് പിന്നെ ഡീറ്റെയിൽസ് തന്ന് നിങ്ങൾ സഫീഷ്യൻ്റ് ആൾക്കാരാകുമ്പോഴത്തേക്ക് കഴിയുന്ന നേരത്തെ നമുക്ക് വെക്കാനായിട്ട് നോക്കാം. നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. ഓൾ ദി ബെസ്റ്റ്.